ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റിക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിൽ ഞാൻ പൂക്കളെ നടിയിൽ കാണിക്കലുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗം ഒക്കെ കാണിക്കാറുണ്ട്. ഇന്ന് ഞാൻ നടുന്നത് പച്ചക്കറിയിൽ ഒരു വഴുതിന നമ്മൾ വീട്ടിൽ വേണം കേട്ടോ. ഒരു വഴുതിന തൈ ഇതെങ്ങനെയാണ് ഇതിനെ കാണിച്ചിര തൈ ഉണ്ടായത് നോക്ക്. എൻ്റെ വഴുതിന തൈ ഉണ്ടായത് ഇതൊക്കെ നഴ്സറി പോയി എത്ര പൈസ കൊടുക്കണോ? ഇത് നല്ല കരുത്തിലുള്ള തയ്യാന്നറിയോ? ഇതെങ്ങനെ ഉണ്ടായെന്നറിയോ? നമ്മൾ കരിയില കമ്പോസ്റ്റ് ഇടൂരേ, കരിയില കമ്പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ മുളച്ചുണ്ടായി 3-4 ഒന്നിച്ച കട്ട പിടിച്ചിങ്ങനെ മുളച്ചുണ്ടായി. ഞാനിട്ട് അത് വേർതിരിച്ചിട്ട് ഒരു പോട്ടിൽ നട്ട് കുറച്ച് വലുതായിട്ട് എന്നിട്ട് മാറ്റി നടാന്ന് വിചാരിച്ചതാ. നീളം വഴുതിന അത് കേട്ടോ. അതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു ഗ്രോ ബാഗ് എനിക്ക് ഫ്രീ അല്ല, ലാഭത്തിന് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ സിമൻറ്റ് ചാക്കിനോടൊക്കെ തൽക്കാലം വിട പറഞ്ഞതാട്ടോ. നമുക്ക് തുടങ്ങാം. പിന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടങ്ങുമ്പോൾ ഒന്ന് താഴെ ലൈക്ക് ഒന്ന് അമർത്തണേ, എന്നിട്ട് നിങ്ങൾ കാണുക എനിക്കിഷ്ടമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്തായാലും അതെൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റെടുത്തു. എൻ്റെ ഇന്നലത്തെ വീഡിയോ ഒരുവിധ ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചു കേട്ടോ. താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. പിന്നെ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്കൊക്കെ അടിച്ചിട്ട്. ഇനി നമുക്ക് തുടങ്ങാം. എൻ്റെ കൃഷി എത്രയോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുപോലെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചെടി നടുന്നുണ്ട്, ഇഷ്ടം പോലെ വിളവെടുത്തൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ. എനിക്കത് കേൾക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ 5 വൈശാഖില്ലേ, 5 വൈശാഖ് എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? എന്നെ പോലെ കൃഷി ചെയ്യൂ, പിന്നെ എന്നിട്ട് കൃഷി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു പോലും. എന്നിട്ട് ഏട്ടൻ്റെ ഭാര്യയും കൂട്ടായി നമ്മളെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ നടുപോലെ നട്ട് ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ വിത്ത് മുളപ്പിക്കാറുണ്ടല്ലോ. അത് നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. അതുപോലെ ഏട്ടിയമ്മി അങ്ങനെ ചെയ്തിട്ട് എനിക്ക് സന്തോഷമായി എന്നൊക്കെ അഞ്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളും മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള പുതിയ ഐഡിയകളില്ലേ, ഐഡിയകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാട്ടോ. ആ വിത്ത് മുളപ്പിക്കുന്ന സൂപ്പർ ഐഡിയ. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇന്ന് തേങ്ങ പൊളിച്ച്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബെഡിൻ്റെ ചകിരി തീർന്നോ? ബെഡ് തീർന്നില്ല. അപ്പോൾ ചകിരി നമുക്ക് അപ്പം ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതാടെ മൂലയൊക്കെ അടുക്കും വൃത്തികേടായതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് നടുമ്പങ്ങ് എടുക്കാം. ഒരു വഴുതിന, പച്ചമുളക്, കറിവേപ്പില ഒക്കെ നമ്മൾ വിചാരിച്ച നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കി നല്ല സുഖമാണ്. ഒന്നുമില്ലെങ്കിൽ മീനും ഇറച്ചിയൊന്നും കിട്ടാത്തൊരു ദിവസമാണെങ്കിൽ വഴുതിന പറിച്ച് പൊരിക്കണമെങ്കിലും ചെയ്യുക. അങ്ങനെയൊക്കെ ഞാൻ. ഇനി അടുത്തത് ഞാൻ ചകിരിടുന്നതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഹോൾസ് അടഞ്ഞു പോവും. ഇട്ടില്ലെങ്കിൽ ഇല്ല മണ്ണൊക്കെ ഒലിച്ചിട്ട് ഹോൾസ് അടഞ്ഞാൽ നമ്മൾ നടുന്ന ചെടിൻ്റെ വേര് ചീഞ്ഞു പോകുന്നു കേട്ടോ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഹോൾസും വേണം, ചകിരി ഇടണം. അടുത്ത് ഞാൻ ഇടുന്ന എന്താണെന്നറിയോ? ഞാൻ കയ്യുറട്ടിയില്ല കേട്ടോ. ഞാൻ അടുത്ത് ഇടുന്നത് ഞാൻ കുറേ ചപ്പ് എന്ന് പറഞ്ഞാൽ കരിയില ഞാൻ കുറേ കൂട്ടി അങ്ങ് വെച്ചിനി. ഇതെല്ലാം കൂടെ ചാക്ക് വേണ്ടത് കുറച്ചൊക്കെ അങ്ങനെ കൂട്ടിയെന്ന് ഞാൻ വാരി എടുത്തതാണ് അത് കേട്ടോ. നല്ല സൂപ്പറാ. അങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണേ. ഞാൻ വാരിങ്ങ് കൊണ്ടുവന്നാ കുറച്ച് മണ്ണിട്ട്. ഇനി ഞാൻ ഇടുന്നത് എന്താ അറിയോ? ഇതാ എൻ്റെ ചക്കമടൽ ഇടട്ടെ കേട്ടോ. ഞാൻ ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നടുമ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ചീഞ്ഞ് വളമായിക്കോട്ടെ, നല്ലൊരു ചക്കമടൽ. ചെടികൾ പെട്ടെന്ന് വളരാനും നമ്മൾ അഥവാ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് കുറച്ച് നനവിലടന്നു. ഇനി ഇതിലേക്ക് തന്നെ ഇടട്ടെ. ഞാനിന്ന് ചപ്പ് ഇടുന്നില്ല കേട്ടോ. എന്താണെന്നറിയോ? ഇതന്നെ അതിൻ്റെ പിന്നെ നമുക്ക് വേണ്ടല്ലോ, ഇത്ര അധികം വേണ്ട. ഇനി ഇങ്ങനെ വളർന്ന ആളായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെറും കരിയിൽ മണ്ണ് കുറച്ചും കരിയിൽ, അത് നല്ല വളക്കൂറ, കണ്ടാൽ തന്നെ അറിയാം. കുറച്ചും കണ്ടട്ടെ. സൂപ്പറാ.
ഒന്ന് ലെവൽ ചെയ്യുക കേട്ടോ. ഇതൊരിക്കലും പാറ പോലെ ഉറക്കൂല മണ്ണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിറയെ കരിയില അതും ഇതും ഒക്കെയാണ്. ഇനി നമുക്ക് ഇത് ലെവൽ നിന്നില്ലേ, നിങ്ങളെ കാഴ്ചയിൽ എങ്ങനെയാ ആ സൈഡ് ഞാൻ കാണുന്നില്ല. എന്താ ഞാൻ ഇട്ടു. ഞാൻ അത് ആണെങ്കിലും കൂടി കരിയില കമ്പോസ്റ്റ് കൊണ്ടുപോയി വെച്ചിരുന്നു. അത് പിന്നെ ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങ് ഇട്ടാട്ടെ. ഇതിലാണ് നമ്മളെ ചെടികളൊക്കെ മുളക്കൽ. ഇപ്പം എൻ്റെ ഇപ്പം ഇനി എൻ്റേത് പ്രയാസമാണ്. കാരണം ഞാൻ ബയോബിന്നിൽ ഇടാൻ തുടങ്ങി. ഇപ്പം എനിക്ക് അങ്ങനത്തെ കിട്ടാൻ പ്രയാസമാവും. ബയോബിന്നിൽ ആ സ്ലെറിയൊക്കെ എടുത്ത് നനക്കും, അങ്ങനെ കുറേ ചെയ്യലുണ്ട്. അതും ഇട്ട് ഇനി എന്നാണ് നിൽക്കട്ടെ. വെയിറ്റ് കുറവാ. എന്താ തൈ കണ്ടോ, സൂപ്പർ തൈകൾ. ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കട്ടെ അല്ലേ കൈ. ഇനി ഞാൻ ഈ തൈ ഇങ്ങോട്ട് എടുക്കട്ടെ. ഇവിടം വരെ എത്തിച്ച തൈ നമുക്ക് നാശാക്കിക്കൂടാ. വേരോടുകൂടി ഇങ്ങോട്ട് എടുത്ത് ഇതാ സൂപ്പർ തൈ, നിറയെ വേരാ. ഞാൻ ഇപ്പോൾ ഒന്നും നഴ്സറിയിൽ വാങ്ങലില്ല. ഞാൻ ഇങ്ങനെയൊക്കെ മുളപ്പിക്കല. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കുറേ തൈകളുണ്ടാവും. നടട്ടെ, അന്ന് ഹോൾസ് ഉണ്ടാക്കട്ടെ, നടാൻ ഒരു കുഴി ഉണ്ടാക്കുക. എന്താ വെക്കുന്നത്? ബിസ്മില്ലാഹിർ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ ഇതാ കണ്ടോ, സൂപ്പറായിട്ട് മഴക്കാലത്ത് നമ്മൾ ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാണ്ടല്ലോ നിറച്ച് ഹോൾസും കുറേയല്ല. ഈ ചകിരി എന്തായാലും ഇടണം. ഇങ്ങനെ ചക്ക മടൽ, കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് മഴ കൊണ്ടാൽ എന്ത് ഉഷാറിലുണ്ടാവും ഇതെന്നറിയോ. ഇനി എനിക്ക് 2 കൂടി ഉണ്ട്. ഈ 2 ഞാൻ നടാൻ പോവുകയാണ്. അത് ഞങ്ങളെ കാണിക്കുന്നില്ല, അത് നട്ട് കഴിഞ്ഞിട്ടേ കാണിക്കുന്നുള്ളൂ. അതുപോലെ നടുന്നു. അങ്ങനെ 2ാമത്തെ ഗ്രോ ബാഗും ഞാൻ ഇതുപോലെ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നടട്ടെ കേട്ടോ. ഇതാ നല്ലത് 3 ഏറ്റവും നല്ല തൈ ഞാൻ അതിൽ കൊടുത്തു. ഇതിൻ്റെ ഗ്രോ ബാഗ് വൃത്തി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതിൽ വേറെ കുറേ പച്ചക്കറിയൊക്കെ നട്ട് വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ഇത് മൂലയിലാക്കി വെച്ചതിന് ഒരു ഗ്രോ ബാഗ് കൊണ്ട് നമ്മൾ 2-3 കൊല്ലമൊക്കെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതാണ് നടുന്നത്. പിന്നെ അങ്ങനെ ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇതാ 2 എണ്ണമായി. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഇതും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ 3ാമത്തെ ഗ്രോ ബാഗും 3 എണ്ണാണല്ലോ തൈ ഉള്ളത്. അങ്ങനെ 3ാമത്തതും ഞാൻ നടുക. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കണോ. ഈ ചെടി ഭ്രാന്തില്ലേ, കൃഷി ചെയ്യുന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചാൽ അങ്ങനെ എന്തെങ്കിലും നട്ടിരിക്കണം. ഇന്നലെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തു. ഇന്ന് ഇതാ വഴുതിന നടുന്ന്. അങ്ങനെ ദിവസം എന്തെങ്കിലുമൊക്കെ എനിക്ക് നട്ടുകൊണ്ടേ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടോ? അതുകൊണ്ട് എന്താണെന്നറിയാം, നമ്മളെ വീട്ടിലേക്ക് പച്ചക്കറി നമ്മളങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണ്ട, ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ചീര, പയർ. നടട്ടെ. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. ഈ മണ്ണ് നോക്ക്. ഈ മണ്ണ് നല്ല കറുപ്പ് മണ്ണ്. ഇത് അതിലങ്ങ് തട്ടട്ടെ. ഇതിലൊക്കെ പിന്നെ ഞാൻ നടുമ്പം തന്നെ ഇതിൻ്റെ അടിയിൽ കുറേ ഇല ഇടും. അതാണ് ഇതിലേക്ക് ഇടട്ടെ. നമ്മൾ മഴക്കാലത്ത് വഴുതിനെങ്ങനെ അങ്ങ് നട്ടു നോക്കി. നമ്മൾ ഇനി പോയി കിടന്നുറങ്ങിയാലും ശരി ഇതുണ്ടാവും. കാരണം ഇന്നിപ്പം കർക്കിടക 2, ഇന്നലെ തൊട്ട് 1 തൊട്ട് ഇവിടെ മഴയാണ്. അന്നിപ്പോൾ കുറച്ചൊരു സമയം ഒഴിവുണ്ട്. അന്നേരം ഞാൻ ഇത് നടാൻ വന്നതാണ്. ഇതെന്നിട്ട് എനിക്ക് എല്ലാം നട്ടിട്ട് പേടിയും വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ അത് മുകളിൽ കയറ്റാൻ പോകും. അത് താഴേന്ന് വീഡിയോ പിടിച്ചിട്ട് ഞാൻ നടുന്ന രീതി നിങ്ങളെ കാണിച്ച് തന്നിട്ട് ഇനി നമ്മളിങ്ങനെ നടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഒന്നാമത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഇങ്ങനെ നമുക്ക് സന്തോഷം കിട്ടാൻ വലിയ സംഭവം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളെന്തെങ്കിലും നട്ടിട്ട് ഒരു ചെറിയ തളിര് വരുന്നത് കണ്ടാൽ മതി, നമുക്ക് അന്ന് സന്തോഷമായിരിക്കും. നമുക്ക് വിഷമം ഉണ്ടാവണമെന്ന് പറയണ്ട, അതങ്ങ് കരിഞ്ഞു പോയാൽ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വളർന്ന് വലുതായി പൂവിട്ട് കാണുമ്പോഴോ പറയണ്ട അതിൻ്റെ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് കായ കാണുമ്പോൾ എനിക്കുണ്ടല്ലോ വേറൊരു അസുഖം. ഉണ്ടായി കഴിഞ്ഞ് കായ പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിളവെടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അസുഖം? എനിക്ക് നോക്കി നിൽക്കണം.
അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കൃഷി കണ്ട് കുറേ പേര് കൃഷി ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിൽ. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്താൽ വീടും പരിസരവും ഒക്കെ വൃത്തിയാവും. അപ്പോൾ ചക്കമടൽ ഞാൻ ഇട്ടു, തേങ്ങൻ്റെ ചകിരി ഞാൻ ഇട്ടു, അതെല്ലാം ഇപ്പം അതിലേക്ക് വളമായി മാറി. നമ്മൾ വളത്തിനൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ട, വീട്ടുകാരെങ്ങനെ വളം വാങ്ങി തരുമോ എന്ന് പറഞ്ഞ് വിഷമിപ്പിക്കേ വേണ്ട. നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കുക, പുല്ല് പറിച്ച് വളം ഉണ്ടാക്കുക, അതിൻ്റെ ചണ്ടി എടുത്ത് ഇതിലേക്ക് ഇടുക, അങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് ഫുൾ. ടെറസുള്ളവരൊക്കെ ഉണ്ടല്ലോ, മട്ടുപ്പാവുള്ളവർക്ക് എന്തൊരു സന്തോഷത്തിൽ കൃഷി ചെയ്യുക, സൂപ്പറായിട്ടുണ്ടാവും. കാരണം നല്ല വെയിൽ തട്ടും. എനിക്ക് അങ്ങനത്തെ സ്ഥലമില്ല, കുറച്ചുണ്ട്, ആ സ്ഥലത്താണ് ഞാൻ കുത്തിക്കൊള്ളിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ എന്താണെന്നറിയോ, ഈ കയ്യിലുള്ള സംഭവം ഇതാണ് നമ്മളെ ശത്രുവായിട്ടുള്ള നമ്മളെ കൃഷി നശിപ്പിക്കുന്ന എലി പെരിച്ചായിയൊക്കെ പിടിച്ച് കൊല്ലുന്ന സാധനമാണ് ഇത്. ഒരു ദിവസമല്ലേ കഴിഞ്ഞ ദിവസം, അടുത്ത ദിവസം ഞാനിങ്ങനെ കാബേജ് ഇങ്ങനെ നട്ടിട്ട് അതിൽ എപ്പോൾ ഓരോന്ന് ഞാൻ വളമൊക്കെ ഇടുമായിരുന്നു. ഇതുവരെ എനിക്ക് ആ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എല്ലാം കുഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ മാന്തി, എന്തെന്താ സംഭവിച്ച് ഞാൻ നോക്കുമ്പോൾ പെരിച്ചായി വന്നാന്ന് മനസ്സിലായി. എന്നിട്ട് രണ്ടാം ദിവസം എന്ത് ചെയ്തു, ഒരു കപ്പ കഷ്ണം വെച്ച് ഇതിവിടെ വെച്ച് ഒരു സൈഡിൽ, ഈ കാബേജിൻ്റെ അടുത്തൊന്നും അല്ല വെച്ച്, കുറച്ച് അപ്പുറത്ത് വെച്ച് കൊടുത്ത്. പൂച്ച എന്തെങ്കിലും ജീവികളൊന്നും തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് ആ വെച്ച അന്ന് രാത്രി ഒരു 10 മണിയായില്ല, അതിൻ്റെ മുമ്പ് ഞങ്ങൾ ഒച്ച കേട്ട് പോയി നോക്കുമ്പോൾ വലിയൊരു പെരിച്ചായി തന്നെയല്ലേ നിങ്ങൾ പറയുക. എൻ്റെ അമ്മോ, ഇതിൽ കുടുങ്ങി ചത്തെടുക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് ഒരു ശല്യം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കെല്ലാം ഉഷാറിൽ തന്നെ. എന്നോട് അടുക്ക ആൾക്കാർ പറയലുണ്ട്, ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇട്ട് കൊടുത്താൽ ഞങ്ങളിൽ മാന്തിക്കളിയോ എലി മാന്തു. ഞാൻ വിചാരിക്കും എനിക്ക് ഇതുവരെ സംഭവിച്ചില്ലല്ലോ, എനിക്കും സംഭവിച്ചു. അങ്ങനെ ആളെ കിട്ടിയതിന് ശേഷം പിന്നെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇല്ലാന്ന് പറയാൻ പറ്റൂല, ചിലപ്പം വരൂ. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് ഇന്ന് 3 വഴുതിന നട്ടു. അപ്പോൾ എൻ്റെ വഴുതിന നട്ട വീഡിയോ കണ്ടല്ലോ, എനിക്ക് എവിടുന്നാണ് തൈ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നടുന്നവരാണല്ലോ കുറേ പേരും. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.